ഒരു വിശ്വാസിയുടെയും മരവിശ്വാസിയുടെയും ഇഹലോക ജീവിതത്തിൽ നിന്നും പരലോകത്തേക്കുള്ള യാത്ര രണ്ടു തരത്തിലാകുന്നു. ഒരു വിശ്വാസി മരണപ്പെടുന്ന സമയത്ത് മലായിക്കത്തുകൾ അവനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് സ്വർഗം കാണിച്ചു കൊടുക്കുകയും ആ സ്വർഗം കണ്ട് സന്തോഷത്തോടുകൂടിയാണ് അവൻ മരണത്തെ അഭിമുഖീകരിക്കുന്നത്. ശേഷം അവന്റെ വർഷഹീ ജീവിതത്തിൽ ഖബറിൽ അവന്റെ അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന മലക്കുകൾ വന്നുകൊണ്ട് അവനോട് പറയും, നംകനോമത്തിൽ ഒരു പുതുമണവാളൻ കിടന്നുറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കൊള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്ന ഒരു 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ ദൈർഘ്യം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബർ ജീവിതത്തിൽ അവനെ അനുഭവിപ്പിക്കുകയുള്ളൂ. ശേഷം മഹ്ശറിലേക്ക് അവൻ കാലെടുത്തു വെക്കുകയാണ്. ജനങ്ങളെല്ലാം ഒരു ചാൺ മുകളിലുള്ള ആ സൂര്യതാപത്താൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് വിഷമത്തോടുകൂടി വിഷമഘട്ടം തരണം ചെയ്യുമ്പോൾ അവനെ തേടി അതാ ഹൗദുൽ കൗസർ വരുന്നു. ആ ഹൗദുൽ കൗസർ ഒരു പ്രാവശ്യം ഒരുവൻ പാനം ചെയ്യുകയാണെങ്കിൽ എക്കാലത്തേക്കും അവന്റെ ദാഹത്തിന് അത് ശമനം നൽകുന്നതാണ്. പിന്നെ ഒരിക്കലും അവനെ ദാഹിക്കുകയില്ല. അതുമാത്രമല്ല, ആ സൂര്യതാപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ അല്ലാഹുവിന്റെ മലായികത്തുകൾ ചുമന്നിരിക്കുന്ന ആ മഹത്തായ അല്ലാഹുവിന്റെ അർശ് അവന് തണലേകുന്നതാണ്. അവന്റെ വിചാരണ അതിശീഘ്രം അല്ലാഹു തആല നിർവഹിച്ചുകൊണ്ട് അതിവേഗത്തിൽ സിറാത്ത് പാലം കടന്നുകൊണ്ട് അവൻ സ്വർഗപ്രവേശനത്തിന് അർഹനാകുന്നതാണ്. അതേസമയം ഒരു അവിശ്വാസിയുടെ അവസ്ഥ എന്താണ്? മുഖത്തും പെരടിയിലും അതികഠിനമായ മലായികത്തിന്റെ മർദ്ദനമേറ്റുകൊണ്ടാണ് അവൻ മരണപ്പെടുന്നത്. അവന്റെ ബർസഖീ ജീവിതത്തിലാണെങ്കിലോ അതികഠിനമായ നരകശിക്ഷയാണ് അവനെ തേടി വരുന്നത്. ഒരു ഫിർഔന്റെ കാര്യം വിശദീകരിക്കുന്ന സമയത്ത് അല്ലാഹു പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും ഈ ഫിർഔനിന് നരകത്തെ അവന് കാണിച്ചു കൊടുക്കുന്നതാണ്, അങ്ങനെ അവനെ ഭയപ്പെടുത്തുന്നതാണ്. അത്രയും ഭീകരമായ അവസ്ഥയാണ് ഒരു അവിശ്വാസിയുടെ ഖബർ ജീവിതം. അതുമാത്രമല്ല, ഈ മഹ്ശറിലാണെങ്കിലും അവന് യാതൊരു തരത്തിലുള്ള പാനീയങ്ങൾ കുടിക്കാൻ ലഭിക്കുന്നില്ല. അതികഠിനമായ ആ സൂര്യതാപത്താൽ മുങ്ങി വിഷമിച്ച് അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഭയപ്പാടിന്റെയും സങ്കടത്തിന്റെയും അവസ്ഥയാണ്. അതുമാത്രമല്ല, ശാശ്വതമായ നരക ജീവിതത്തിലേക്കാണ് അവൻ വലിച്ചെറിയപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, നാം സന്മാർഗികളായി മുസ്ലിമായി മുഅ്മിനായി മരണപ്പെടാൻ പരിശ്രമിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുസ്ലിമായി മരിക്കാൻ പ്രയത്നിക്കണം. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള. അൽഹംദുലില്ലാഹ്.